വിചാരിച്ചിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഞങ്ങളുടെ ആവശ്യം പറയുമ്പോൾ അവര് നമ്മൾ അടിക്കാൻ വരെ നമ്മൾ കൂട്ടിയിടുക, അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പത്താം ക്ലാസ് തോറ്റിട്ടൊന്നുമല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലല്ലോ. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതുപോലെ പഠിച്ച് അത്രയും ലക്ഷം മുടക്കിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ടില്ല, മാനേജ്മെന്റ് സപ്പോർട്ടില്ല. ഗതികെട്ട ഒരു സമരമായിട്ടാണ് ഇതിനെ ഇപ്പൊ കണക്കാക്കേണ്ടത്. നമസ്കാരം. കേരളത്തിലെ നഴ്സുമാർ യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളിലും പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കളക്ടറേറ്റ് മുൻപിലാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ പണിമുടക്കുന്നത്. തങ്ങളുടെ മിനിമം വേതനം 40,000 രൂപയെങ്കിലും ആക്കി ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം. എന്നാൽ അതിനോട് മാനേജ്മെന്റ് വളരെ നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിലാവട്ടെ കഴിഞ്ഞ ദിവസം വളരെ അസാധാരണമായ സംഭവങ്ങളാണ് ഇവരുടെ സമരത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ നടക്കുകയുണ്ടായത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരായിക്കൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷന്റെ ഭാരവാഹികളടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ സഹപ്രവർത്തകരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മുറിക്കകത്ത് കൂട്ടിയിട്ടു, അവരെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സമരത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു മുതലായ നിരവധി ആരോപണങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിക്കെതിരായിക്കൊണ്ട് ഇവർ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഇന്നലെ രാത്രിയുമെല്ലാം ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ആളിക്കത്തൊരു സാഹചര്യം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച്, കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യത്തെക്കുറിച്ച്, ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതരുടെ ഈ ഒരു നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് നഴ്സുമാർ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വളരെ മോശമായിട്ട് സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതം കൂടെ ഉണ്ട് അതിൽ. ഒരുപാട് കാലമായിട്ട് നമ്മൾ ട്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് പൈസ കൊടുത്താണ് ഞങ്ങളും പഠിക്കുന്നത്. അതിന്റെ ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇതുപോലെ കുടുംബം നോക്കാനുള്ളതാണ്. ഒരിക്കലും അത് ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമേ. ഇത് ഞങ്ങളുടെ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം, വളരെ കൃത്യമായിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്നത്. ഒരുപാട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും നമുക്ക് കിട്ടുന്ന പൈസയുടെ ഇപ്പം ഈ നഴ്സുമാർക്ക് എന്ന് പറഞ്ഞ് തരുന്നത് അത് ഒരിക്കലും ഇനി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര വേണമെങ്കിലും പോരാടും. അതെ അതെ, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഞങ്ങളുടെ ആവശ്യം പറയുമ്പോൾ അവര് നമ്മളെ അടിക്കാൻ വരെ നമ്മൾ കൂട്ടിയിടുക, അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനെതിരെ ഞങ്ങൾ എന്തായാലും പ്രതികരിച്ചിരിക്കും. ഇനി മുന്നോട്ട് അവരുടെ തീരുമാനം മാറ്റുന്നത് വരെ ഞങ്ങൾ എത്ര കാലമാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അതിനുവേണ്ടി എല്ലാ സമരം ചെയ്യും. ആശുപത്രി മാനേജ്മെന്റുകൾ നിങ്ങളുടെ സമരത്തെ ഈ രീതിയിലാണോ അടച്ചമർത്താൻ? ഇപ്പൊ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബാക്കി ഒരു ഹോസ്പിറ്റലുകാരും ഇപ്പം അനങ്ങുന്നില്ല. ഈ സ്റ്റാഫിനെ കൈയേറ്റം ചെയ്യാനോ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോകാനോ പറയുന്നില്ല. കാരണം അവർക്ക് കുറച്ച് പേടിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു, ഒരു മന്ത്രി, അത് ആരെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ നിങ്ങളിപ്പോ നഴ്സുമാരെ ഇറങ്ങിയ 40 മിനിമം വേതനം ആക്കണമെന്ന് പറഞ്ഞാൽ സാധാ കിടയിൽ കിടക്കുന്ന ആൾക്കാർക്ക് 20 കഥ അവരും പറയും. ഇനി നാളെ സമരം വെച്ച് നമുക്കും തുല്യ അവകാശം വേണമെന്ന് പറയും. നമ്മൾ പഠിച്ച് ഇവിടെ എത്തി 10ാം ക്ലാസ് തോറ്റിട്ടൊന്നുമല്ല നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലല്ലോ. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതുപോലെ പഠിച്ച് അത്രയും ലക്ഷം മുടക്കിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഒരു വേതനം നമ്മുടെ കേരളത്തിലെ നഴ്സുമാർക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പോ മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രയും നിലയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അത് അവരുടെ ഒരു ഇപ്പൊ അവർക്ക് ഒരു നേട്ടം വേണമെന്നുണ്ടെങ്കിൽ അവർ ഇതേമാതിരി കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കൂലേ നേടിയെടുക്കുന്നത്. അതിന്റെ വെറുതെ ഒന്നും ഇരുന്നിട്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്കിതിപ്പോ നമ്മുടെ ആവശ്യമാണ്. നമുക്ക് സാലറി കൂട്ടാതെ നമുക്ക് 40 രൂപ ആക്കുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ അതിൽ ഞങ്ങൾ മാത്രമേ പ്രതികരിക്കാവുള്ളൂ. വേറെ ആരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ സംഘടനയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഇല്ല, പുറകോട്ട് പോകില്ല. ഇനി ആക്കുന്നവർ ഇങ്ങനെ എത്ര ദിവസമായിരുന്നാൽ പോലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉണ്ടായ വിഷയം അറിയുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ സമരത്തെ ഈ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ശരിയാണ്? അല്ല, നമ്മുടെ സമരം മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നത് 1333 രൂപയാണ് ഒരു ദിവസം ചോദിക്കുന്നത്. അതുപോലും കിട്ടുന്നില്ല. ചില സ്ഥലത്ത് ഇപ്പൊ ബേസിക് സാലറി വളരെ കുറവാണ്. ഇപ്പൊ ട്രെയിനീസ് ആണെങ്കിൽ ശരി, ഭയങ്കര കുറവായതാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റും കാര്യങ്ങളും, ജോലി ആയാലും തന്നെ ഇപ്പോ 6 hours ഷിഫ്റ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ ഇറങ്ങുന്നത് അത് കഴിഞ്ഞു 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ ലേറ്റ്
ലേറ്റ് ആവാറുണ്ട് വീട്ടിലെത്താൻ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഭയങ്കര എന്താണ് മുന്നോട്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര. ഉണ്ടായതറിയില്ല ബേബിയിൽ നിങ്ങളുടെ കൂടുതൽ ആളുകളെ പിടിച്ചു വെക്കുകയും പൂട്ടിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ സമരത്തെ തകർക്കാനുള്ള ഒരു ശ്രമം നല്ലതാണ്. ആണ്, അതെ. അതായത് നമ്മുടെ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതൊക്കെ നേരിടാൻ തന്നെയാണ്. നേരിടാൻ തന്നെയാണ്. സമരം വിജയിക്കണം. ഇപ്പൊ കോഴിക്കോട് ജില്ലയില് മറ്റു ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. നിങ്ങൾക്ക് വളരെ മോശം അനുഭവം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് പോലും നേരിട്ടായിട്ട് വന്നിട്ടായിരുന്നു അല്ലെ? അതെന്തുകൊണ്ടാണ്? അല്ല, മാനേജ്മെന്റ് ആയാലും ഈവൻ നമ്മുടെ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഇപ്പം സാലറിയുടെ കാര്യത്തിലായാലും ഓവർ ടൈമിന്റെ കാര്യത്തിലായാലും ഒരു കാര്യത്തിലും അവർ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാ പറഞ്ഞേക്കുന്നത്. KPHയുടെ തീരുമാനങ്ങളായിരിക്കും ഇനി മുന്നോട്ട് നടപ്പിലാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ടില്ല, മാനേജ്മെന്റ് സപ്പോർട്ടില്ല. ഗതികെട്ട ഒരു സമരമായിട്ടാണ് ഇതിനിപ്പോ കണക്കാക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും നമ്മൾ തെരുവിലേക്ക് തള്ളി വിടുകയാണല്ലോ ചെയ്തേക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. എന്തായാലും നമ്മൾ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിങ്ങളുടെ സമരം വിജയിക്കുന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. അതേസമയം ഈ പറഞ്ഞ പോലെ ബാക്കി പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? പൊതുസമൂഹത്തിന്റെ ഇടയിലുള്ള പ്രതികരണം പൊതുവെ സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ബാക്കിയൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ സമരത്തിന് വന്നിരിക്കുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. വൈകുന്നേരങ്ങളിൽ മാത്രമല്ല നമ്മൾ സമരം വിട്ടൊന്ന് വീടുകളിലേക്ക് എത്തുന്നതൊക്കെ. അതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. എന്നാലും ഒരുവിധ സപ്പോർട്ടാണെന്നാണ് തന്നെ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചില സഹപ്രവർത്തകരെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്കകത്ത് പൂട്ടിയിടാനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അവസാനം അവർ പിരിച്ചുവിടുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ നിങ്ങൾക്ക് ചെറുത്തു തോൽപ്പിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അതെ. അത് എന്തുകൊണ്ട് മാനേജ്മെന്റ് മോശമായിട്ടൊരു നിങ്ങളുടെ സമരത്തെ ഇല്ലാതാക്കുന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്? സ്വകാര്യ ആശുപത്രി എല്ലാ കാരണങ്ങളും നമുക്ക് എന്താ പറയാ അറിയത്തില്ല. കൂടുതലും ഏത് സമരം ഉണ്ടായാലും ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രതികരണങ്ങൾ എല്ലാം മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലൊരു പ്രതികരണമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. ഇല്ല, ഞാൻ ഈവനിങ്ങിലാണ് പോയത്. അവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ വലിയ സമരത്തിന്റെ ഭാഗമായിട്ട് ആ തീരുമാനം അവർക്ക് റദ്ദാക്കേണ്ടി വന്നു. പിരിച്ചുവിടാനുള്ള തീരുമാനം അവർക്ക് റദ്ദാക്കേണ്ടി വന്നു. നമ്മളെ മാത്രമല്ല, BJP പാർട്ടി അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നലെ വൈകുന്നേരം BJPയുടെ സഹായത്തോടെയാണ് അതെ ഉണ്ടായിട്ടുണ്ട്. അവരോട് നന്ദിയുണ്ട്. എല്ലാവരോടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. സമരം വിജയിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഉറപ്പായും ഉണ്ട്.